അപ്പുറം പറയുന്നോട് പൗരാണികവും ചരിത്രപരവുമായ അവശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. 1000-ലധികം വർഷം പഴക്കം കണക്കാക്കുന്ന ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന്റെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി. റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി നൽകുന്ന 10 കോടി രൂപ ഉപയോഗിച്ചാണ് പൗരാണികമായ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നത്. ശങ്കരനാരായണ ഭാവത്തിൽ ശിവനെ ആരാധിക്കുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ശ്രീരാമൻ ദർശനം നടത്തിയതായി ഐതിഹ്യമുള്ള കവാടമായ കിഴക്കേ ഗോപുരത്തിന്റെ നവീകരണ പ്രവർത്തികൾക്കാണ് തുടക്കമായത്. ക്ഷേത്രത്തോളം പഴക്കമുണ്ടാവുകയില്ലെങ്കിലും ചെങ്കല്ലിൽ അപൂർവമായി കൊത്തുപണികളുള്ള ഈ ഗോപുരത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. ചിറ്റാരിക്കൽ വരക്കാട് സ്വദേശി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലാണ് ഗോപുരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക. കിഴക്കേ ഗോപുരത്തിൻ്റെ പ്രവൃത്തി പൂർണ്ണമാക്കി തരാൻ വേണ്ടിയിട്ട് തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അദ്ദേഹം പൂർത്തിയാക്കി തരണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു അടയാളം. സഹായിച്ച് അല്ലെങ്കിൽ റെഡിയാക്കി തരണം എന്ന് പറയാം. കിഴക്കേ ഗോപുരത്തിൻ്റെ വർക്കുമായി മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും ഏകീകരണം എന്ന് പറയുന്നത് ഏറ്റവും പരസ്പര സഹകരണമാണ്. എല്ലാ വാക്കുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതേറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് ഇതിൻ്റെ പൂർണ്ണതയിലെത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പൊന്നിൻകുടം വെച്ച് തൊഴുത ശേഷം TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ കുഞ്ഞിരാമന് മുഴക്കോൽ കൈമാറി നവീകരണത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് തളിപ്പറമ്പത്തപ്പന്റെ മുന്നിൽ നമസ്കരിച്ച് എല്ലാവരും ചേർന്ന് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. കുഞ്ഞിരാമൻ മണിയാണി, ദിലീപ് മണിയാണി, സുരേന്ദ്രൻ മേലാശാരി, ദാമോദരൻ ആശാരി, ബാലകൃഷ്ണൻ ആശാരി എന്നിവർക്കാണ് നവീകരണത്തിന്റെ നിർമ്മാണ ചുമതല. ഇതിപ്പോൾ നമുക്ക് ഈ പണി കിട്ടിയത് നമ്മളൊരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മൾ അനേകം പണിത്തരങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വളർകഭാവത്തോടുകൂടിയുള്ള പണികളും ഇത്ര കലാപരമായിട്ടുള്ള പണി വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതെല്ലാം നമുക്ക് പണിയെടുക്കാം ആ ഭാഷയോട് കൂടാ. ഇനി ഇദ്ദേഹത്തെ പോലെ ഇല്ല ആളെ കുറേ ഉദ്ദേശവും കാര്യവും എല്ലാം ഉണ്ടെങ്കിൽ അത് ഭംഗിയാക്കി തീർക്കാൻ പറ്റും. സ്വന്തം എൻ്റെ വരക്കാട് നർക്കലക്കാട് വെസ്റ്റളേരി ചെയ്തിട്ടുണ്ട്. കുറേ ക്ഷേത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് ഭൂതാലയം, പള്ളിയറ, ഇങ്ങനെ മുട്ടൻ്റെപതി ക്ഷേത്രം എടുത്തിട്ടുണ്ട്. കമ്മാടം എടുത്തിട്ടുണ്ട്. നർക്കലക്കാട്, അതുപോലെ ശാസ്താവിൻ്റെ അമ്പലം വരക്കാട്, ഒട്ടടക്കം. ഈ പണീൻ്റെ എന്ന പ്രത്യേകത ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകതയായിട്ട് അല്ല, ഇതൊരു കലയാണെന്നല്ലോ, നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നല്ലോ. നമ്മൾ ആദ്യം ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുക. നമ്മൾ എഴുതി പഠിക്കാനില്ല, അല്ലാതെ നമുക്ക് കുറച്ച് കലാപരമായിട്ട് വേണം, എങ്കിലേ വിജയിപ്പിക്കാനാവില്ല. ഇത് പഠിച്ചതിനെ കൊണ്ട് മാത്രമാവില്ല. ഒരു പണി ഇപ്പോൾ കണ്ടാൽ അതന്നെ ചെയ്യണം, മനസ്സിൽ പറഞ്ഞാൽ അതന്നെ ആക്കാം നമുക്ക്. നിങ്ങൾ കുറേ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ട്. ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്തെങ്കിലും തോന്നുന്നു? ഈ ഗോപുരത്തിൻ്റെ നമ്മൾ മലബാറിൽ വെച്ചിട്ട് ഇതുപോലെ അലങ്കാരത്തിൻ്റെ പണി വേറെ എവിടെയും ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ല. പിന്നെ മധൂർ അമ്പലമുണ്ട്, പക്ഷേ ഇത്ര ഇങ്ങനത്തെ ഒരു കലാപരമായിട്ടുള്ള പണിയില്ല അവിടെ. എത്ര പേരാണ് നിങ്ങൾ? നമ്മൾ ആൾക്കാരൊക്കെ പിന്നെ കുറേ സെറ്റുണ്ട്. അതിപ്പോൾ ഒരു 10-50 ആളുണ്ടാവും. പക്ഷേ ഈ 50 ആളെയും എല്ലാവരെയും കൂടിയിട്ടാണ് ഈ പണിയെടുക്കേണ്ടത്. എല്ലാവരും സഹകരിക്കും. നമ്മളൊരു സഹോദരങ്ങളെ മാതിരിയാണ്. സമയം ഇവരുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കൃത്യമായിട്ട് ഇത് ഒരു പ്രവൃത്തിയുടെ കാര്യമൊന്നും വേറൊരു ബുദ്ധിമുട്ട് മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തടസ്സം ഉണ്ടാവും. അത് ഇവർക്കും അറിയാമല്ലോ. നമ്മൾ മെനക്കട എടുക്കും പണി. പെരിഞ്ചല്ലൂർ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് തന്നെയാണ് അതിപ്രധാനം. കേരളത്തിലെ, അതായത് ഇന്ത്യയിൽ തന്നെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്നാണ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടൽ. ആ ക്ഷേത്രത്തിൻ്റെ വർക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്.
വടക്കേ മലബാറിലെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കണക്കാക്കുന്നു. കൂടാതെ നമ്മൾ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കല്ലുകളാണ്. എല്ലാം വലിപ്പത്തിലുള്ള കല്ലുകളാണ്. അതായത് ജഗതി കുമുദം, ആദ്യം തൊട്ട് ജഗതി കുമുദം, പിന്നെ കമ്പങ്കളം, അങ്ങനെ ഓരോ അർദ്ധനാസിക, നാസിക, പിന്നെ ദശലക്ഷ്മിയെ കൊത്തിയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാ ചിത്രപ്പണികളോടും കൂടെയുള്ളതാണ്. ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്രയും മനസ്സിരുത്തി ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ വലിയൊരു സഹായം വേണം. അതുപോലെ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു സഹായം ഉണ്ടായാൽ ഇത് ഈ പണി മുന്നോട്ട് പൂർത്തിയാക്കാൻ പറ്റും. എൻ്റെ പേര് ദിലീപ് എന്നാണ്. വീട് മുഴക്കോ ആണ്, പ്ലായിക്കോട് വില്ലേജിലെ മുഴക്കോ. കുഞ്ഞിരാമൻ, നർക്കിലക്കാട്, കുടുക്കയും കുഞ്ഞിരാമൻ. അദ്ദേഹത്തിൻ്റെ പേരെന്താ? നമ്മളും തലമുറ അഭിഷേകം. ക്ഷേത്രത്തിൻ്റെ പണി എല്ലാം മരത്തിൻ്റെ വർക്കിൽ നമ്മൾ ജമ്മാതി നാല് തലമുറയുണ്ട്. ജമ്മാതി അതിൽ ഒന്ന് തലമുറ. ക്ഷേത്രത്തിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ് അംബാനി അടുത്ത കാലത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തികൾക്കായി നൽകിയ ധനസഹായം ഉപയോഗിച്ചാണ് കിഴക്കേ ഗോപുരത്തിന്റെ നവീകരണം നടത്തുന്നതെന്ന് TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ പറഞ്ഞു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ മഹാക്ഷേത്രങ്ങളുടെ കിഴക്കേ ഗോപുരം 2 നിലകളായി വേണമെന്നാണ് തച്ചുശാസ്ത്രപ്രകാരം, വാസ്തുവിദ്യപ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്ലാനും എസ്റ്റിമേറ്റുമാണ് ഈ നിർമ്മാണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എപ്പോഴും നിലവിലുള്ള ഗോപുരം അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു 6 മാസത്തിനുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു എഗ്രിമെൻറ്റും കോൺട്രാക്റ്റുമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ആ സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഈ ജോലി ഏറ്റെടുത്ത ആളെ അദ്ദേഹത്തിന് പണി ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ചടങ്ങാണ് നടന്നിട്ടുള്ളത്. ഭീമനടിയുള്ള നറക്കലക്കാട്, വരക്കാട് പ്രദേശത്തുള്ള കുഞ്ഞിരാമൻ മണിയാണിക്കാണ് ഇതിൻ്റെ ചുമതല കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ചെറിയ കൊട്ടേഷൻ പ്രകാരം അദ്ദേഹമാണ് കൊട്ടേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർക്ക് ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കല്ലുകൾ അവർ 2-3 സ്ഥലങ്ങളിൽ കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വെച്ചാൽ ഈ എക്സ്പോസ്ഡ് ലാറ്ററേറ്റ് ആയതുകൊണ്ട് ഈ ഉരച്ചുകെട്ടാണല്ലോ, ഉരച്ചുകെട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കല്ലിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയതിന് ശേഷം ഈ 3 എണ്ണം കൂടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. എക്സ്പെർട്ട് കമ്മിറ്റി പോയി പരിശോധിച്ചതിന് ശേഷം കല്ല് ചില സാധാരണ ഇപ്പം ചെങ്കല്ല് കുറവ്, ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ളത് എല്ലാം ലഭ്യത ഉണ്ടല്ലോ ശരിക്കും. അതിനായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഉറപ്പനുസരിച്ച് ഉറപ്പുള്ള സ്ഥലം വേണമെന്ന് പറയാൻ കാരണം അതാണ്. ഉറപ്പുള്ള സ്ഥലം നോക്കിയിട്ട് വലിയ കല്ലുകൾ കട്ട് ചെയ്ത് നമ്മൾ എടുക്കേണ്ടി വരും. ഒറ്റ പണയിൽ നിന്നുള്ളതും വേണം. ഒറ്റ പണയിൽ നിന്നും ടെക്സ്ചർ ശരിയായിരിക്കും. കളറും ടെക്സ്ചറും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ പ്ലാനൊക്കെ എങ്ങനെ? ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് വേഴാപ്പറമ്പ് തിരുമേനിയാണ്. അപ്പോൾ വേഴാപ്പറമ്പ് തിരുമേനിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കിടെക്റ്റ് മധുകുമാറാണ് ഇതിനു വേണ്ടിയുള്ള പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കാലപ്പഴക്കം കൊണ്ട് അല്പം അപകടാവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത് ഭക്തർക്ക് പ്രയാസം ആകാത്ത രീതിയിൽ നവീകരിച്ച് അത് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിന് സാമ്പത്തിക സഹായം തരുന്നതിന് വേണ്ടിയിട്ട് ആനന്ദ് അംബാനി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സാമ്പത്തിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെയും നമ്മൾ പല സ്ഥാപനങ്ങളെയും സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ ആ രീതിയിൽ പ്രവൃത്തി തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. 1000-ലധികം വർഷം പഴക്കം കണക്കാക്കുന്ന ഗോപുരത്തിൽ കേരളത്തിൽ തന്നെ അപൂർവമായ ഗജലക്ഷ്മിയുടെ രൂപങ്ങളും കൊത്തിയിട്ടുണ്ട്. ഗോപുരത്തിന് സമീപത്ത് കുളം നിർമ്മിക്കുമ്പോൾ കൊത്തിയെടുത്ത കല്ലുകളായിരിക്കാം ഇതിന് ഉപയോഗിച്ചതെന്നും കരുതുന്നുണ്ട്. ചേര രാജാക്കന്മാരുടെ കാലത്തായിരിക്കാം കിഴക്കേ ഗോപുരം നിർമ്മിച്ചതെന്നും സംശയമുണ്ട്. ഗോപുരത്തിന്റെ കല്ലുകളെടുത്ത് ക്ഷേത്രത്തിന് പുറത്ത് അതേ രീതിയിൽ ക്രമീകരിച്ച ശേഷം കേടായ കല്ലുകൾ മാറ്റിയാണ് നവീകരണ പ്രവൃത്തി നടത്തുക.
1 വർഷം കൊണ്ട് നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. ചടങ്ങിൽ TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ KP വിനയൻ, ട്രസ്റ്റി അംഗങ്ങളായ TT മാധവൻ, പള്ളിക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി, രതീഷ്, C രമേശൻ, ദേവസ്വം എഞ്ചിനീയർ സുനിൽകുമാർ, ഉപദേശക സമിതി അംഗങ്ങളായ രമേശൻ, രവീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു.